കോഴിക്കോട്ട് വൻ ലഹരിവേട്ട. മണാശ്ശേരിയിൽ 2 കേസുകളിലായി 616 ഗ്രാം MDMA പിടികൂടി. 5 പേരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. സിനോജ് തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ. സിനോജ് തോമസ്, നേരത്തെ തന്നെ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഭാഗത്തു നിന്ന് വരുന്നുണ്ടായിരുന്നോ? കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയിലേക്ക് കടക്കുകയായിരുന്നു. സുജയ പാർവതി, രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം ഇന്ന് പുലർച്ചെ പരിശോധനയ്ക്ക് ഇറങ്ങിയത്. കോഴിക്കോട് കുന്നമംഗലം മണാശ്ശേരി പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് സ്കൂട്ടറിൽ 2 പേര് വരുന്നതായി കാണുകയും അവരെ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് സ്കൂട്ടറിൽ നിന്ന് 616 ഗ്രാം MDMA കണ്ടെടുത്തിരിക്കുന്നത്. ഇതിൽ 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. താമരശ്ശേരി കൈതപ്പൽ സ്വദേശി ആഷിഖ് അസീസ്, തച്ചമ്പൽ സ്വദേശി മുബഷീർ അലി എന്നിങ്ങനെ 2 പേരെയാണ് എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. ഇവരിൽ നിന്ന് 2 മൊബൈൽ ഫോൺ പിടികൂടി. ഒപ്പം തന്നെ 72,500 രൂപയും ഇവരുടെ കയ്യിൽ നിന്ന് എക്സൈസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ച MDMA ആണെന്നാണ് എക്സൈസ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടത്തിയ പരിശോധനയിൽ മണാശ്ശേരിയിൽ തന്നെയുള്ള സമീപത്തെ ഒരു മുറിയിൽ നിന്ന് 44 ഗ്രാം MDMA കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ആ കേസിൽ 3 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. വട്ടോളി സ്വദേശി ഫായിസ് മുഹമ്മദ്, ചുടലമുക്ക് സ്വദേശി ഹബീബ് റഹ്മാൻ, ചേളനൂർ സ്വദേശി ജാഫർ സാദിഖ് എന്നിങ്ങനെ 3 പേരെ ഈ 44 ഗ്രാം MDMA പിടിച്ച കേസിലും എക്സൈസ് സംഘം പിടികൂടിയിട്ടുണ്ട്. ഇവർ ആർക്കൊക്കെയാണ് ഇത് വിൽപ്പനയ്ക്ക് എത്തിച്ചതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് എവിടെ നിന്ന് ഇത്രയും അധികം 616 ഗ്രാം MDMA എവിടെ നിന്ന് കൊണ്ടുവന്നു തുടങ്ങിയ കാര്യങ്ങളും എക്സൈസ് സംഘം പരിശോധിക്കുന്നുണ്ട്. സുജയ. ഓക്കെ, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.